نؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أضل ممن يدعو من دون الله من لا يستجيب له إلى يوم القيامة وهم عن دعائهم غافلون وإذا حشر الناس كانوا لهم أعداء وكانوا بعبادتهم كافرين. സ്നേഹവും ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും കൃത്യമായി പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിൻ പരമാവധി പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യും. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമദാനിൻ്റെ ഏകദേശം പകുതിയോളം നമ്മിൽ നിന്നും വിട പറഞ്ഞു. അടുത്ത പകുതിയിലാണ് നാം ഉള്ളത്. കഴിഞ്ഞുപോയ നമ്മുടെ നോമ്പുകളും എല്ലാ സൽക്കർമ്മങ്ങളും അവകളിൽ വന്നുപോയിട്ടുള്ള കുറവുകളും അപാകതകളും പരിഹരിച്ച് കാരുണ്യവാനായ റബ്ബ് അവൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അതിനെ കബൂലാക്കുകയും കൂടുതൽ സൽക്കർമ്മങ്ങൾ മത്സരിച്ച് മുന്നേറാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്, ഹിജ്റ വർഷം 2, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും മദീനയിലേക്ക് യാത്ര പോയതിൻ്റെ 2ാം വർഷം ഇതുപോലത്തെ ഒരു റമദാൻ 17-ന് ഇതേപോലെ ഒരു വെള്ളിയാഴ്ച മദീനയിൽ നിന്നും ഏകദേശം ഒരു 10-80ഓളം കിലോമീറ്റർ മൈലുകൾ അപ്പുറം ബദർ എന്ന സ്ഥലത്ത് വച്ചുണ്ടായ ഒരു സംഘട്ടന, ബദറുൽ കുബറ, വിശുദ്ധ ഖുർആനിൽ യൗമുൽ ഫുർഖാൻ എന്ന് അല്ലാഹു വിശേഷിപ്പിച്ച ഇസ്ലാമിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന പോരാട്ടമാണ് അന്നുണ്ടായത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുൻപുള്ള നബിമാരുമെല്ലാം പ്രബോധനം ചെയ്ത ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന മഹത്തായ ആ വചനം, ആ വാക്ക്
അതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കിയവരായിരുന്നു മക്കയിലെ നബിയുടെ എതിർകക്ഷിക്കാരായ മുശ്രിക്കുകളായ ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പ്രബോധനത്തിൻ്റെ വേളകളിലെല്ലാം യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക, എന്നാൽ നിങ്ങൾ രക്ഷപ്പെടും, വിജയിക്കും എന്ന് 10 ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലെല്ലാം, മാർക്കറ്റുകളിലും വീടുകളിലും വഴികളിലുമെല്ലാം ഈ തൗഹീദിൻ്റെ വാക്ക് അവരെ ഓതി കേൾപ്പിക്കുകയും പറഞ്ഞു കേൾപ്പിക്കുകയും അവരെ അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കിയ അവർ മുഹമ്മദിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇതിൽ നിന്നും തടഞ്ഞില്ലെങ്കിൽ നമ്മളെല്ലാവരും നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മുടെ മരണപ്പെട്ടു പോയ കാരണവന്മാർ ചെയ്തു പോയ ശരിയാണെന്ന് നാം വിശ്വസിക്കുന്ന നമ്മുടെ ആരാധനാ കർമ്മങ്ങളെല്ലാം തള്ളിക്കളയേണ്ടി വരും. അങ്ങനെ കളഞ്ഞാൽ നമ്മളും നമ്മുടെ മുൻഗാമികളുമെല്ലാം വഴിപിഴച്ചവരായ നിലയിൽ ഗണിക്കപ്പെടും. അതുകൊണ്ട് അദ്ദേഹം ക്ഷണിക്കുന്ന ഈ വാക്കിനെ എതിർത്തു തോൽപ്പിക്കുക ആവുന്ന നിലയിലല്ല. സൂറത്തു സ്വാദിന്റെ ആദ്യ ഭാഗത്ത് തന്നെ അള്ളാഹു പറയുന്നു, യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു എന്ന പ്രവാചകന്റെ വചനത്തിന് മറുപടിയായി അവർ പറഞ്ഞു, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. ഇദ്ദേഹത്തിന് എന്തു പറ്റി? അത്ഭുതമാണല്ലോ. അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, എല്ലാ പ്രാർത്ഥിക്കപ്പെടുന്ന ദൈവങ്ങളെയും പ്രതിമകളെയും പ്രതിഷ്ഠകളെയും കല്ലുകളെയും മരങ്ങളെയും ഖബറുകളെയും മറ്റ് പൂജിക്കപ്പെടുന്ന വസ്തുക്കളെയെല്ലാം അവകളിലെല്ലാം ദിവ്യത്വം കൽപ്പിക്കുകയും ബർക്കത്ത് കൽപ്പിക്കുകയും ചെയ്യുന്നതിനെയെല്ലാം വെടിയണമെന്നും അവകളെയെല്ലാം ഉപേക്ഷിക്കണമെന്നും, എന്നിട്ട് ഇന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, ഒരാളോട് മാത്രമേ നിങ്ങളുടെ ദുആ പാടുള്ളൂ, അപേക്ഷ പാടുള്ളൂ, ഇസ്തിഗാസ പാടുള്ളൂ എന്ന ഇദ്ദേഹത്തിൻ്റെ ഈ വാദം നമ്മെ തകർത്തെറിയുന്നതാണ്, നമ്മുടെ പിതാക്കന്മാരെ തകർത്തെറിയുന്നതാണ്. അജഅലൽ ആലിഹത, എല്ലാ ഇലാഹുകളെയും ആക്കണോ ഇലാഹൻ വാഹിദ, ഒറ്റ ഇലാഹ്. ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, തീർച്ചയായും ഇത് ഒരു അത്ഭുതം നിറഞ്ഞൊരു കാര്യമാണ്. ഇവരുടെ ഈ വാദത്തെ എതിർത്തുകൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ റസൂലുകൾ പറഞ്ഞുകൊണ്ടിരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിലേക്കുള്ള ക്ഷണം തങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഇത് സഹിക്കവയ്യാതെയാണ് വിശ്വാസികളെ സ്വന്തം നാടും വീടും പരിസരവും അയൽവാസികളെയും ബന്ധക്കാരെയും ഇണകളെയും മക്കളെയും ഒക്കെ പ്രവാചകനും സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സ്വഹാബികൾക്കും ഉപേക്ഷിക്കേണ്ടി വന്നത്. നബിയോ സഹാബത്തോ അവരിൽ നിന്നും അവരുടെ സമ്പത്തോ അല്ലെങ്കിൽ അവരുടെ അധികാരമോ അല്ലെങ്കിൽ അവരിലുള്ള നേതൃസ്ഥാനമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ആവശ്യപ്പെട്ടില്ല. തിരുമേനിയോടുള്ള കഠിന ശത്രുതയാൽ അവർ പ്രവാചകനെ അവസാനം കൊന്നുകളയാൻ തന്നെ തീരുമാനിച്ചു. അവരുടെ മീറ്റിംഗ് ഹാളിൽ ദാറുൻ നദ്വയിൽ യോഗം കൂടി അവിടെയുള്ള ഗോത്രങ്ങളിലെ പ്രബലരായ ഗോത്രങ്ങളിൽ നിന്നുള്ള മല്ലന്മാരായ ദൃഢഗാത്രരായ ആരോഗ്യവാന്മാരായ ചെറുപ്പക്കാരെ തെരഞ്ഞെടുത്ത് പ്രവാചകനെ കൈകാര്യം ചെയ്യാൻ തന്നെ അവർ തീരുമാനിച്ചു. എന്തിനു വേണ്ടിയാണ്? ഈ ഒരൊറ്റ കാര്യത്തിനു വേണ്ടി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ വാക്ക് പറയുകയും അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ മാറ്റുകയും വേണമെന്ന ഈ ഒരൊറ്റ സന്ദേശത്തിനെതിരിലായിരുന്നു
ഇതെല്ലാം ഇവർ ആവിഷ്കരിച്ചത്. ഇസ്ലാമിലുണ്ടായിട്ടുള്ള മുഴുവൻ സംഘടനകളും ഈ ഒരൊറ്റ പേരിലായിരുന്നു. നാട് പിടിച്ചടക്കാനോ ഇന്നത്തെ പോലെ പെട്രോളിന് വേണ്ടിയോ ക്രൂഡ് ഓയിലിന് വേണ്ടിയോ എല്ലാ രാജ്യങ്ങളും എൻ്റെ കീഴിൽ ആയിരിക്കണം എന്ന അഹങ്കാരത്തിന് വേണ്ടിയോ ഒന്നുമായിരുന്നില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നാട് വിട്ട് 500 കിലോമീറ്റർ അപ്പുറയുള്ള മദീന ത്വയ്യിബയിലേക്ക് പോകേണ്ടി വന്നത്. യുദ്ധങ്ങൾ പിന്നീട് ഉണ്ടായത് ബദറാണെങ്കിലും മുഹദാണെങ്കിലും ഖന്തക്കാണെങ്കിലും പിന്നീടുള്ള യുദ്ധങ്ങളെല്ലാം സംഘടനകൾ ഉണ്ടായത് അവിടെയും സ്വൈര്യ ജീവിതം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടായപ്പോഴാണ് നിർബന്ധിത അവസരത്തിൽ സംഘട്ടനത്തിലേക്ക് എടുത്തെറിയപ്പെട്ടത്. ഈ പറയുന്ന ബദറാണെങ്കിലും അങ്ങനെയാ, ഉഹദാണെങ്കിലും അങ്ങനെയാ, അഹ്സാബ് ആണെങ്കിലും അങ്ങനെയാ. ഇതെല്ലാം മദീനയിലും അതിൻ്റെ പരിസരത്തുമാണ് നടന്നത്, ഒന്നും മക്കയിലല്ല. ഹിജ്റ വർഷം 8 ഹുനൈൻ യുദ്ധം മാത്രമാണ് ത്വായിഫിൻ്റെ പരിസരത്ത് മക്കയുടെ 80 കിലോമീറ്റർ അപ്പുറം നടന്നത്. ബാക്കിയുള്ള എല്ലാ സംഘട്ടനങ്ങളും നടന്നത് മദീനയിലും അതിൻ്റെ പരിസരത്തുമാണ്. അതായത് നിന്നെ ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ വചനം അവിടെയും പ്രചരിപ്പിക്കാനും അതിലേക്ക് അവരെ ക്ഷണിക്കാനും ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് അഹങ്കാരികളായ മുശ്രിക്കുകളായ ആളുകളുടെ ദുർവാശി മുഖേനയാണ് ഈ ബദറുണ്ടായതും പിന്നീടുള്ള എല്ലാ സംഘടനകളും ഇസ്ലാമിലുണ്ടായത്. അഥവാ ആ നാട്ടിലും ജീവിക്കാൻ നിർവാഹമില്ലാതെ വന്നപ്പോൾ അതിനൊരു തടയായിക്കൊണ്ടാണ് ഇവകളെല്ലാം നടന്നത്. ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എൻ്റെ സഹോദരങ്ങളെ, മക്കയിലെ മുശ്രിക്കുകളായ നബിയുടെ ബന്ധക്കാരും സ്വന്തക്കാരും അയൽവാസികളും പരിസരത്തുള്ള ആളുകളും കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ ഈ വചനത്തെ എതിർക്കാൻ ഉള്ള കാരണം അവർ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ആരാധനാ കർമ്മങ്ങളും പൊളിച്ചെഴുതേണ്ടി വരും. പ്രധാനമായും അവരുടെ പ്രാർത്ഥനകൾ ഏകീകരിക്കേണ്ടി വരും ഒരേ ഒരു ശക്തിയിലേക്ക്, അള്ളാഹുവിലേക്ക്. അവർ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ലാത്ത, ഉസ്സ, മനാത്ത, വദ്ദ, സുവാ പോലെയുള്ള ഔലിയാക്കന്മാരെ പ്രാർത്ഥനകളുടെ സമയങ്ങളിൽ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് കണിശമായി അള്ളാഹുവിൻ്റെ പ്രവാചകനും അള്ളാഹുവും നിരോധിച്ചു കൊണ്ടേയിരുന്നു. മാത്രമല്ല, അവരോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ശൂന്യത വിശുദ്ധ ഖുർആനിൽ പ്രത്യേകിച്ച് മക്ക കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ 114 അധ്യായങ്ങളിൽ ഏകദേശം 83ഓളം അധ്യായങ്ങളും ഇറങ്ങിയ മക്ക കാലഘട്ടങ്ങളിലുള്ള ആയത്തുകൾ പരിശോധിച്ചാൽ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു വളരെ സുവ്യക്തമായി അവരുടെ പ്രാർത്ഥനയുടെ ശൂന്യത എടുത്തുദ്ധരിക്കുകയാണ്, കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ വഇദാ ഹുശിറ അന്നാസു കാനൂ ലഹും അഅദാഅ വകാനൂ ബിഇബാദത്തിഹിം കാഫിരീൻ. സൂറ അഹ്ഖാഫ്, സൂറ ഫാത്തിർ, സൂറ അങ്കബൂത്ത്, സൂറ മുഅ്മിനൂൻ, സൂറ മുഅ്മിൻ പോലെയുള്ള അധ്യായങ്ങളിലെല്ലാം ഇതേപോലെയുള്ള ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. ബദർ ഉണ്ടാകുന്നതിന് മുമ്പാണ് അള്ളാഹു ഇത് പറഞ്ഞത്. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നവരുടെ, അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്യുന്നവനേക്കാൾ വഴി പിഴച്ചവൻ വേറെ ആരുണ്ട്? മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ലോകത്തിന് അവസാനം വരെ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നാലും അവർക്കൊന്നും ഇവന് മറുപടി കൊടുക്കാൻ കഴിയുകയേയില്ല. അങ്ങനത്തെ അർത്ഥശൂന്യമായ പ്രാർത്ഥനകളും ആവലാദികളും വേവലാദികളും മറുപടി നൽകാൻ കഴിയാത്തവരോട് പറയുന്നവനേക്കാൾ വഴിപിഴച്ചവൻ വേറെ ആരുണ്ട് എന്ന് ബദറും ഉഹദും ഖന്തക്കും തബൂക്കും ഹുനൈനിയും ദുൽഉശൈറയും ബുവാത്തും ധൂമത്തുൽ ജന്തലും ഒക്കെ നടക്കുന്നതിന് മുമ്പേ തന്നെ മക്കയിലെ പ്രവാചകന്റെ നാട്ടുകാരോട് അള്ളാഹു പറഞ്ഞു കൊടുത്തു. വഇദാ ഹുശിറ അന്നാസു കാനൂ ലഹും അഅദാഅ,
നാളെ ഖിയാമത്ത് നാളിൽ എല്ലാവരെയും ജനങ്ങളെയെല്ലാം അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്ന ദിവസത്തിൽ കാനൂ ലഹും അഅദാ, ഇവർ ആരോടാണോ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്, ആരോടാണോ ഇസ്തിഗാസ സഹായത്തേട്ടം ചെയ്തുകൊണ്ടിരുന്നത്, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, ദുആ ചെയ്തുകൊണ്ടിരുന്നത്, അവരെല്ലാവരും കാനൂ ബി ഇബാദത്തിഹിം കാഫിരീൻ, ഇവരുടെ ഈ ആരാധനയെ ആ ഔലിയാക്കന്മാർ, ആ പുണ്യപുരുഷന്മാർ ഇവരുടെ മുഖത്ത് നോക്കി തന്നെ നാളെ തള്ളിപ്പറയും, അവർ നിഷേധിക്കുമെന്ന് വിശുദ്ധ ഖുർആനിൻ്റെ അഹ്ഖാഫ്, മക്കയിലിറങ്ങിയ, ബദറിന് മുമ്പിറങ്ങിയ, ഉഹദിന് മുമ്പിറങ്ങിയ 5-6 ആയത്തുകളിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. എന്തിനാണ് അള്ളാഹു ഇത് പഠിപ്പിക്കുന്നത്? പിന്നീട് വരുന്ന ഖുർആനിൻ്റെ വാഹകരും അനുയായികളുമായ ഒരൊറ്റ മുസ്ലിമും ഇങ്ങനെ ഒരു അവസ്ഥാവിശേഷം അവനിൽ നിന്നും ഉണ്ടാകാനേ പാടില്ല. അത് ഗൗരവമുള്ള കാര്യമാണ്. നിസ്കാരത്തെക്കാൾ, നോമ്പിനേക്കാൾ, ഹജ്ജിനേക്കാളെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ ഗുരുതരമായ തെറ്റായി അള്ളാഹു പരിചയപ്പെടുത്തുന്നത് അള്ളാഹു അല്ലാത്തവരോടുള്ള ദുആകളും ഇസ്തിഗാസകളും പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളുമാണ്. ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വിവിധ ഭാഗങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും നിരവധി ആയത്തുകളും ഹദീസുകളും. വല്ലദീന യദ്ഊന മിൻ ദൂനി, ഞാനല്ലാതെ വേറെ ആര് പ്രാർത്ഥിച്ചോ, മാ യംലികൂന മിൻ ഖിത്മീർ, അവർക്കാർക്കും നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈത്തപ്പഴക്കുരുവിൻ്റെ മുകളിലുള്ള പാടയുണ്ടല്ലോ, വെളുത്ത പാട, അതുപോലും പടയ്ക്കാൻ, സൃഷ്ടിക്കാൻ നിങ്ങൾ ഞാനല്ലാതെ ആരോടൊക്കെ പ്രാർത്ഥിക്കുന്നോ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഇബ്രാഹിം നബിയില്ലേ, ഇസ്മായിൽ നബിയില്ലേ, മറിയം ബീബിയില്ലേ, വദ്ദും സുവാവും യഊസും യഊക്കും നസ്റുമില്ലേ, ലാത്തയും ഉസ്സയും മനാത്തയും ഇല്ലേ, ഇവർക്കാർക്കും ഒരു ഈത്തപ്പന കുരുവിൻ്റെ പാട പോലും സൃഷ്ടിക്കാൻ കഴിയാത്ത വെറും ശൂന്യനായ സൃഷ്ടികളായ, മരിച്ചുപോയ, ജീവനില്ലാത്ത, എന്നാണ് അവരെ പുനർജന്മം ചെയ്യപ്പെടുന്നതെന്ന് അവർക്ക് പോലും അറിയാൻ കഴിയാത്ത വസ്തുക്കളോടാണോ, നിർജീവികളോടാണോ, മയ്യത്തുകളോടാണോ, കല്ലുകളോടാണോ, മരങ്ങളോടാണോ നിങ്ങളുടെ ഇസ്തിഗാസയും പ്രാർത്ഥനയും ചെയ്യുന്നതെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൻ്റെ ഫാത്തിറിലൂടെ നമ്മെ ഉണർത്തുകയാണ്. ഇൻ തദ്ഉ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ ചോദിച്ചോ, നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. വലൗ സമിഉ മസ്തജാബു ലക്കും, നിങ്ങളുടെ ദുർവാശി മുഖേന നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നോ, നിങ്ങളുടെ ദുആക്ക് അവർ മറുപടി നൽകുകയേയില്ല. വയക്ഫുറൂന യൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങളുടെ ഈ പ്രാർത്ഥനയിലുള്ള, ഈ ഇബാദത്തിലുള്ള ഞാനുമായി പങ്കു ചേർക്കുന്ന ഈ ശിർക്കുണ്ടല്ലോ, ഖിയാമത്ത് നാളിൽ അവർ നിഷേധിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ മുഖത്ത് നോക്കി അവർ തിരിച്ചടിക്കുമെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലെ ബദറും ഉഹദും ഖന്തക്കും ഹുനൈനും തബൂക്കും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് പ്രവാചകന്റെ മക്ക കാലഘട്ടത്തിലെ ജീവിതത്തിൽ അവതരിപ്പിച്ച അധ്യായങ്ങളിലൂടെ അള്ളാഹു അറിയിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, മുസ്ലിങ്ങളിൽപ്പെട്ട നമ്മിൽ ബഹുഭൂരിഭാഗവും ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ വിവരക്കേട് എന്തെന്ന് അറിയാത്തവരാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ട, ഇന്നമാ തുങ്കദ ഉറൽ ഇസ്ലാമി ഉറുവത്തൻ ഉറുവ, ഇസ്ലാമിൻ്റെ ഓരോ കെട്ടുകളും ഓരോ ഇഴകളും കുറേശ്ശെ അത് അഴിഞ്ഞുകൊണ്ടേയിരിക്കും. ഇദാ നശഅ ഫിൽ ഇസ്ലാമി മല്ലാ യഅരിഫുൽ ജാഹിലിയ, ജാഹിലിയത്ത് എന്തെന്ന് അറിയാത്ത ആളുകൾ ഇസ്ലാമിൽ വളർന്നു വരുന്ന കാലഘട്ടങ്ങളിലെല്ലാം. ഏതാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചത്? ജാഹിലിയത്ത് എന്തെന്ന് അറിയാതെ വരുന്ന മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്നും ഇസ്ലാം അഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. അതായത് ഉമർ റളിയല്ലാഹു അൻഹു അടക്കം, അബൂബക്കർ റളിയല്ലാഹു അൻഹു അടക്കം, മഹത്തുക്കളാകുന്ന സ്വഹാബികളെല്ലാവരും അടക്കം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജഹാലത്ത്, ജാഹിലിയത്ത്, ഈ കലിമയുടെ വിഷയത്തിലുള്ള പ്രശ്നമായിരുന്നു ഒന്നാമത്തേത്.
അവർക്ക് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വന്ന് പറഞ്ഞു കൊടുത്തു. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അള്ളാഹുവിന് മാത്രമേ നേർച്ച നേരാവൂ, അള്ളാഹുവിനോട് മാത്രമേ അവലംബിക്കാവൂ, തവക്കുൽ ചെയ്യാവൂ എന്ന കൃത്യമായ സന്ദേശം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവർ ആ ജഹാലത്തിൽ നിന്നും കരകയറി. കുറച്ചാളുകൾ മാത്രം, ബഹുഭൂരിഭാഗവും അപ്പുറം തന്നെ ഉറച്ചു നിന്നു. അപ്പുറം ഉറച്ചു നിന്നവരോ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ തന്നെയായിരുന്നു. വിശുദ്ധ ഖുർആനിന്റെ നിരവധി ആയത്തുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും. വലൈൻ സഅൽതഹു മൻ ഖലഖസ് സമാവാതി വൽ അർദ ലയഖൂലുന അല്ലാഹ്. നബിയെ മുശ്രിക്കുകളോട് നിങ്ങൾ ചോദിക്ക്, നിങ്ങൾ അല്ലാത്തവരോട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ, എടോ ഈ ആകാശങ്ങൾ സൃഷ്ടിച്ചത് ആരാ? ഈ ഭൂമി സൃഷ്ടിച്ചത് ആരാ? അവിടെ നിന്ന് മഴ വർഷിപ്പിച്ച് നിങ്ങൾക്ക് സസ്യങ്ങൾ മുളപ്പിച്ച് തിന്നാൻ തരുന്നവനാരാ? നിങ്ങൾക്ക് കേൾവി നൽകിയവനാരാ? കേൾവി നൽകിയവനാരാ? കാഴ്ച നൽകിയവനാരാ? നിങ്ങളെ ജീവിപ്പിക്കുന്നവനാരാ? നിങ്ങളെ മരിപ്പിക്കുന്നവനാരാ? നിങ്ങളെ പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നവനാരാ? നിങ്ങൾക്ക് അന്നം തരുന്നവനാരാ? അവരെല്ലാത്തിനും മറുപടി പറഞ്ഞത് ആര്? അള്ളാന്റെ റസൂലും സഹാബികളുമല്ല, അവര് മക്കയിലെ മുശ്രിക്കുകൾ. അവര് പറഞ്ഞല്ല യഖൂലുന അല്ലാഹ്. അവരൊക്കെ പറഞ്ഞ് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളയാണ്. റബ്ബുസ് സമാവാതി സബഅ വൽ അർദ്, ആ ഏഴാകാശങ്ങളുടെ റബ്ബാരാ, 7 ഭൂമികളുടെ റബ്ബാരാ, മഹത്തായ അർശിന്റെ റബ്ബാരാ. അവരൊക്കെ പറഞ്ഞു അല്ലാഹ്. തുടർന്ന് അല്ലാഹ് ചോദിച്ചു, അഫലാ തത്തഖൂൻ, നിങ്ങൾക്ക് പേടിയില്ലേ ചങ്ങാതി? ഇതൊക്കെ ചെയ്യുന്നത് അള്ളയാണെന്ന് നിങ്ങൾ പറയുകയും സമ്മതിക്കുകയും ചെയ്തിട്ട് നിങ്ങൾക്ക് രോഗങ്ങളും പ്രശ്നങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോൾ, നിങ്ങളുടെ കച്ചവടത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, നിങ്ങൾ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവാൻ എന്തുകൊണ്ട് ഞാനല്ലാത്ത വസ്തുക്കളെ നിങ്ങൾ അവലംബിക്കുന്നു, നിങ്ങൾ അവരെ ആരാധിക്കുന്നു? അതായത് അവരോട് നിങ്ങൾ എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു? നിങ്ങളുടെ ഈ ഖബർ പൂജ കൊണ്ട് നിങ്ങൾ ശിർക്ക് ചെയ്യുന്നതല്ലാതെ നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് ഒരു വിധത്തിലുമുള്ള സമാധാനം രക്ഷയും നിങ്ങൾക്കുണ്ടാവുകയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദഅവത്താണ് നീണ്ട 40 വർഷം മുതൽ 23 വർഷത്തിൽ ബഹുഭൂരിഭാഗം സമയവും, പ്രത്യേകിച്ച് 13 വർഷത്തെ മക്ക കാലഘട്ടത്തിൽ നടത്തിയതെല്ലാം. നിസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും സിവിലും ക്രിമിനലും നിയമങ്ങളും, കള്ള് നിരോധിച്ചതും പലിശ നിരോധിച്ചതും വ്യഭിചാരം നിരോധിച്ചതും മറ്റെല്ലാ കാര്യങ്ങളും മദനി ജീവിതത്തിലാണ് ഉണ്ടായത്. അതാണെങ്കിൽ വളരെ ചുരുങ്ങിയ 10 വർഷം കൊണ്ട്. ഇപ്പോഴത്തതാണെങ്കിൽ 13 വർഷം മക്കയിലാണ് ജീവിച്ചത്. അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് ചെയ്തുകൊണ്ടിരുന്നത്, വിളിച്ചുകൊണ്ടിരുന്നത് ഈ കലിമയുടെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കി അള്ളാഹുവിനോട് മാത്രം നിങ്ങളുടെ സങ്കടങ്ങളും വിഷമങ്ങളും പറയൂ എന്നും പ്രാർത്ഥിക്കൂ എന്നുമാണ്. എൻ്റെ സഹോദരങ്ങളെ, നിസ്കാരം 5 നേരമുള്ളൂ ദിവസം. റമദാനിലെ നോമ്പ് വർഷത്തിൽ ഒരിക്കലേ ഉള്ളൂ, 30 ദിവസം അല്ലെങ്കിൽ 29. ഹജ്ജാണെങ്കിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒന്ന് ചെയ്താൽ മതി, അവസരം ഉണ്ടെങ്കിൽ മാത്രം. സക്കാത്താണെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി 2.5%. എന്നാൽ ദുആ അങ്ങനെയല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെയല്ല. അത് വായു പോലെയാ, പച്ചവെള്ളം പോലെയാ. അതില്ലാതെ ഒരു സെക്കൻഡ് സമയം നമുക്ക് ജീവിക്കാൻ കഴിയില്ല. വെള്ളമില്ലാതെ, വായു ഇല്ലാതെ നമുക്ക് നിലനിൽപ്പില്ല. അതുപോലെയാണ് പ്രാർത്ഥന. ഒരു സത്യവിശ്വാസിയുടെ രാപകൽ സമയങ്ങളിൽ മുഴുവനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു ഇബാദത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥമായ ദുആയാണ്, പ്രാർത്ഥനയാണ്. അള്ളാഹുവിനെ അംഗീകരിച്ചിരുന്ന ഈ ജനതയെ അള്ളാഹുവിൻ്റെ റസൂലും സഹാബത്തും വിളിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു ഏകീകൃത വസ്തുവിലേക്കായിരുന്നു. അതുകൊണ്ടാണ് അത് പറഞ്ഞു മരിച്ചാലേ രക്ഷയുള്ളൂ എന്നും, മക്കൾ ജനിച്ച് വളർന്നു വരുമ്പോൾ പല്ല് മുളയ്ക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണമെന്നും, ജദ്ദിദു ഈമാനക്കും ഈമാൻ പുതുക്കിക്കൊണ്ടിരിക്കണമെന്നും, ഹൃദയത്തിന് ഒരു പരിവർത്തനം ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണമെന്നും, അഫ്ളലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏറ്റവും ഉത്തമമായ സ്മരണ അള്ളാഹുവിനെ ഓർക്കാൻ പറ്റുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണെന്നും,
എനിക്ക് പ്രത്യേകിച്ച് ഒരു ദിക്ർ വേണം പടച്ചോനെ എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആവശ്യപ്പെട്ടപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മതിയെന്നും, പടച്ചോനെ അല്ല എനിക്കത് എപ്പോഴും നിന്നെ ഓർക്കാൻ അതേ മൂസ ഇത് തന്നെയാണ് വേണ്ടതെന്നും അല്ലാഹു തആല പ്രവാചകനോടും പ്രവാചകന്മാരോടും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തിൻ്റെ മഹത്വം ഒന്നറിഞ്ഞുകൊണ്ട് മാത്രമാണ്. ഇതുകൊണ്ട് തന്നെയാണ് സഹോദരങ്ങളെ മരിക്കേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അബൂജഹൽ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. സൂറ അൻഫാലിന്റെ 32-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ്ഖ മിൻ ഇൻദിക ഫഅംതിർ അലൈനാ ഹിജാറത്തൻ മിനസ് സമാഇ വഅ്തിനാ ബിഅദാബിൻ അലീം. സൂറ അൻഫാൽ എടുത്ത് നോക്കിക്കോ, ഇങ്ങനെ ഒരു ആയത്ത് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുമ്മ, അയാൾ പറഞ്ഞത് അങ്ങനെയാ, അല്ലാഹുമ്മ അല്ലാഹുവേ, ഇൻ കാന ഹാദാ ഹുവൽ ഹഖ്ഖ മിൻ ഇൻദിക, നിന്റെ അടുക്കൽ സത്യമായ മതം, സത്യമായ ദർശനം ഇതാണെങ്കിൽ, അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണെങ്കിൽ, ഫഅംതിർ അലൈനാ ഹിജാറത്തൻ മിനസ് സമാ, ഞങ്ങളുടെ മേൽ ആകാശത്ത് നിന്ന് നീ കല്ലുമഴ വർഷിപ്പിച്ച് ഞങ്ങളെ നീ തകർത്ത് കളയണമേ. അവ്യത്തിനാ ബിഅദാബിൻ അലീം, അല്ലെങ്കിൽ കഠിനമായ സഹിക്കാൻ പറ്റാത്ത വേറെ ഏതെങ്കിലും ഒരു ശിക്ഷ ഞങ്ങൾക്ക് നീ കൊണ്ടുവന്ന് താ. ആരാണ് ഈ പ്രാർത്ഥിക്കുന്നത്? അബൂജഹല, നളർ ഇബ്നു ഹാരിഥ. ആരോടാണ്? വൈദഖാലു അല്ലാഹുമ്മ ഇൻ കാന ഹാദാ, അല്ലാഹുവിനോടാണ്. അല്ലാഹുവിന്റെ റസൂലോ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട്. അല്ലാഹുമ്മ ആതിനി മാ വഅതനി, പടച്ചോനെ നീ എന്നെ സഹായിക്കാം എന്ന് പറഞ്ഞു, അത് പെട്ടെന്ന് എനിക്ക് വേണം. അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅതനി, നീ എന്നോട് കരാർ ചെയ്ത് ഉടനെ നടപ്പാക്കി താ തമ്പുരാനെ. ഇൻ തുഹ്ലക ഹാദിൽ ഇസാബ, ഈ ചെറിയ ആളുകൾ, കൊച്ചു സംഘം ഇന്ന് നശിപ്പിക്കപ്പെട്ടാൽ ഫലാ തുഹ്ലക ഫിൽ അർദി അബദ, ഭൂമിയിൽ പടച്ചോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പിന്നെ ഒരാളെ പോലും കിട്ടുകയില്ല, എനിക്ക് നിന്റെ സഹായം ഇപ്പൊ വേണം എന്ന് ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട്, ഇന്നത്തെ മദീനയിലുള്ള മസ്ജിദ് അരീശിൽ നിന്നുകൊണ്ട്, ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അബൂജഹലും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അല്ലാഹു മൻസുർ അലൽ ജുന്ദൈൻ, അള്ളാഹു 2 സൈന്യം ഇപ്പൊ ഇവിടെയുണ്ട്, അതിൽ വച്ച് ഏറ്റവും ഉന്നതമായ സൈന്യം അഥവാ നീ ഇഷ്ടപ്പെട്ടതിനെ നീ സഹായിക്കണമേ. ആര്? അബൂജഹൽ. വഅലൽ ജുന്ദൈൻ വഅക്രമൽ ഫിഅത്തൈൻ, 2 സംഘങ്ങളിൽ വെച്ച് ഏറ്റവും മാന്യന്മാരെ നീ സഹായിക്കണം പടച്ചോനെ. ആരാണ് പ്രാർത്ഥിക്കുന്നത്? അബൂജഹൽ. അബൂജഹലും പ്രാർത്ഥിച്ചു. അങ്ങനെ റസൂൽ ഇങ്ങനെയും പ്രാർത്ഥിച്ചു. ആരോട്? 2 പേരും പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോട്. പിന്നെ എവിടെയാണ് പ്രശ്നം? അബൂജഹലിന്റെ പ്രാർത്ഥനയിലും അബൂജഹലിന്റെ മറ്റ് കാര്യങ്ങളിലെല്ലാം അയാൾ മുൻപ് മരണപ്പെട്ടു പോയ ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും മറിയം ബീവിയെയും ലാത്തയെയും ഉസ്സയെയും വദ്ദിനെയും സുവായിനെയും ഒക്കെ ഇടയിലേക്ക് കയറ്റുമായിരുന്നു. അള്ളാഹുവേ, ഇവരുടെ ബർക്കത്ത് കൊണ്ട്. വയഖൂലുന ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവരോട് പ്രാർത്ഥിക്കുന്നത്, ഇവരെ ആരാധിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്, ഇവർ ഞങ്ങളെ അള്ളാഹുവിൻ്റെ അടുക്കൽ ശഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുത്തും. ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഞങ്ങൾ ഇവരെ ഇടതേടി പ്രാർത്ഥിക്കുന്നതെന്നും ഇവരോട് പ്രാർത്ഥിക്കുന്നതെന്നും അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സഹാബത്തിനും കൊടുക്കുന്ന മറുപടി അതായിരുന്നു. അല്ലാഹ് പറഞ്ഞു, അത് പറ്റൂല, നിങ്ങൾ എന്നോടെ പ്രാർത്ഥിക്കാവൂ. അതുകൊണ്ടാണ് നിസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹയിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയണമെന്ന് പറഞ്ഞത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ജാഹിലിയത്ത് ഉള്ള ഇസ്ലാമിൽ എങ്ങനെയാണ്, അത് വച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിൽ എങ്ങനെയാണ് ഇയ്യാക നസ്തഈൻ എന്നതിൻ്റെ അർത്ഥം അവൻ മനസ്സിലാക്കുക. ജാഹിലിയത്തുള്ളവൻ ഇസ്ലാമിൽ വളർന്നു വരുന്തോറും ഇസ്ലാമിൻ്റെ ഓരോ കെട്ടുകളും അഴിഞ്ഞഴിഞ്ഞ് പോയിക്കൊണ്ടേയിരിക്കും. പടച്ചോനെ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ, ഞങ്ങളെല്ലാ പ്രശ്നങ്ങളിലും നിന്നോട് മാത്രമേ ഞങ്ങൾ ഇടപാട് നടത്തൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം ചോദിക്കൂ എന്നായി പറയുന്നത്. അത് ഉറപ്പിക്കാൻ വേണ്ടിയാണ് മക്കയിലെ മുശ്രിക്കുകൾ അല്ലാത്തവരോട് സഹായം ചോദിക്കുന്നവരായിരുന്നു എല്ലാ വിഷയങ്ങളിലും. അള്ളാഹിനോടും ചോദിക്കും, അള്ളാഹ് അല്ലാത്തവരോടും ചോദിക്കും. ഫൈദാ റക്കിബു ഫിൽ ഫുൽക്കി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ,
കപ്പലിൽ കയറി മല കണക്കെ തിരമാല എരച്ചു വരുമ്പോൾ രക്ഷയില്ല എന്ന ഒരവസ്ഥയിലാകുമ്പോൾ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ഫലമ്മ നജ്ജാഹും മിനൽ ബർരി, അള്ളാഹു അതിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തി കരയിലേക്ക് വിട്ടാലോ ഇദാഹും യുശ്രികൂൻ, ഞങ്ങൾ രക്ഷപ്പെട്ടത് ഇന്ന ഔലിയാടെ ബറക്കത്തുകൊണ്ടാണ്, ഞങ്ങൾക്ക് കുട്ടീനെ കിട്ടിയത്, എൻ്റെ കച്ചവടം അഭിവൃദ്ധിയായത്, എൻ്റെ വാഹനം അപകടത്തിൽപ്പെടാത്തത്, എനിക്ക് മക്കളെ കിട്ടിയത്, ഇതെല്ലാം ഇന്നാലിന്ന ഏതെങ്കിലും ഒരു പുണ്യാത്മാവിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൃക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശൈത്താനിയത്ത് കൊണ്ടാണ് എന്ന് പറയുന്നവരായിരുന്നു അവരും. അതങ്ങനെ തന്നെ പിൻപറ്റിക്കൊണ്ട് ഇസ്ലാമിലെ മുമ്പത്തെ ജാഹിലിയത്ത് എന്തെന്ന് അറിയാത്ത ആളുകൾ ഇസ്ലാമിൽ വ്യാപകമായപ്പോൾ അതിൽ പണ്ഡിതന്മാരുമുണ്ട് പാമരന്മാരുമുണ്ട്. ഓരോ കെട്ടുകൾ അഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് എല്ലാവരും പറയുന്നു. എന്താണ് ഞാൻ ഈ പറയുന്നതെന്ന് പറയുന്നവൻ ഉൾക്കൊള്ളുകയോ മനസ്സിലാക്കുകയോ എന്നാൽ ഞാൻ ഈ പറയുന്നതിന് വിരുദ്ധമായി ഞാൻ എൻ്റെ നിസ്കാരത്തിന് ശേഷം ഇനി ചെയ്യരുതല്ലോ എന്ന് ഓർക്കുകയോ ഇല്ല. എൻ്റെ സഹോദരങ്ങളെ, നാം ബദറും ഉഹുദും ഖന്തക്കും ഇങ്ങനെ ചരിത്രം കേട്ടതുകൊണ്ട് കാര്യമില്ല. എന്ത് കാര്യത്തിന് വേണ്ടി അതുണ്ടായി, എവിടെയായിരുന്നു അടിസ്ഥാന പ്രശ്നത്തിൽ സ്ഖലിതം സംഭവിച്ചത്? രണ്ടു കൂട്ടരും അള്ളാഹുവിൽ വിശ്വസിച്ചു, രണ്ടു കൂട്ടരും അള്ളാഹുവിൽ പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഒരു കൂട്ടരുടെ പ്രാർത്ഥനയിൽ ഇടയിൽ ആളെ കയറ്റുന്നു. ഇന്നും അത് നിലകൃതിയായി തുറന്നുകൊണ്ടേയിരിക്കുന്നു. അതിന് പുന്നാര പേരിട്ട് നെയ്പുരട്ടി പറയുന്നു തവസ്സുലെന്നും ഇസ്തിഗാഥയെന്നും. വൈദ തസ്തഗീഥൂന റബ്ബക്കും ഫസ്തജാബ ലക്കും, അള്ളാഹു പറയുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോടാ ഇസ്തിഗാഥ ചെയ്തത്. ഇത് തസ്തഗീഥൂന റബ്ബക്കും ഫസ്തജാബ ലക്കും, അള്ളാഹിനോട് നിങ്ങൾ ഇസ്തിഗാഥ ദുആ ചെയ്തപ്പോൾ നിങ്ങൾക്കവൻ മറുപടി നൽകി. 1000ഓളം മലക്കുകളെ ഇറക്കി നിങ്ങളെ അവൻ സഹായിച്ചു. ഈ ഇസ്തിഗാഥ അല്ലാത്തവരോടാകുമ്പോൾ അതിൻ്റെ പേരാണ് ശിർക്ക് എന്നും കുഫ്ർ എന്നും. അത് കെലിമയെ പൊളിക്കുന്നു. അതിനെതിരിലായിക്കൊണ്ടാണ് നൂഹ് നബി മുതൽ നമ്മുടെ നബി വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരെയും മുർസലുകളെയും അള്ളാഹു നിയോഗിച്ചത്. അതവർ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. പ്രവാചകന്മാരുടെ മരണത്തിന് ശേഷം സമൂഹം തെന്നിപ്പോകുന്നു, അടുത്ത നബിയെ അയക്കുന്നു, വീണ്ടും സമൂഹം തെന്നുന്നു. നാം ഓതുന്ന കഹ്ഫ് അധ്യായം 14-ാമത്തെ ആയത്ത്, വറബത്തുനാ അലാ ഖുലൂബിഹിം ഇദ ഖാമു ഫഖാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദി ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതത. ദഖിയാനുസ് രാജാവ് ക്രൈസ്തവനായിരുന്നു. അദ്ദേഹം നാട്ടുകാരെ ബഹുദൈവ ആരാധനയിലേക്ക് പ്രേരിപ്പിച്ചു. ബഹുദൈവ ആരാധന എന്ന് പറയുമ്പോൾ സങ്കടങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ലോക സൃഷ്ടാവായ അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിച്ചുവിടാൻ ആവലാതി പറയാൻ പ്രേരിപ്പിച്ചു. അവരിൽ നിന്നും 7ഓളം ചെറുപ്പക്കാർ അതിൽ നിന്നും മാറി. അവർ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായിരുന്നു, ഔലിയാക്കന്മാരായിരുന്നു. അങ്ങനെ അന്നാട്ടിൽ നിന്നും അവർ ഓടി രക്ഷപ്പെട്ടു. അവർ ഗുഹയിൽ അഭയം കൊണ്ടു. അള്ളാഹു അവരെ പറ്റി പറയുന്നു, വറബത്തുനാ അലാ ഖുലൂബിഹിം, അവരുടെ 7 പേരുടെയും ഹൃദയത്തിന് നാം നല്ല ധൈര്യം കൊടുത്തു, കെട്ടുറപ്പ് കൊടുത്തു. ഇത് ഖാമു ഫഖാലു, അവർ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞപ്പോൾ, റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്, ഞങ്ങളുടെ റബ്ബ് ആകാശ ഭൂമികളുടെ റബ്ബാണ്. ലൻ നദ്ഉവ, ഞങ്ങൾ ദുആ ചെയ്യൂല, മിൻ ദൂനിഹി, അവനല്ലാത്ത ഒരാളോടും, എത്ര വലിയ ഔലിയാവട്ടെ, എത്ര വലിയ പുണ്യാളനാവട്ടെ, എത്ര വലിയ നബിയാകട്ടെ, ഒരാളോടും ലൻ നദ്ഉവ, ഞങ്ങൾ ദുആ ചെയ്യൂല. ലഖദ് ഖുൽനാ ഇദൻ ശതത, ഞങ്ങളുടെ ആകാശ ഭൂമികളുടെ സൃഷ്ടിച്ച രക്ഷിതാവല്ലാത്ത അള്ളാഹു അല്ലാത്ത ആരോടെങ്കിലും ഞങ്ങളെ കാക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളുടെ കച്ചവടത്തിൽ ബർക്കത്ത് നൽകണമേ, ഞങ്ങൾക്ക് സന്താനങ്ങളെ നൽകണമേ, ഞങ്ങളെ അപകടങ്ങളിൽ നിന്ന് കാക്കണമേ, അയൽവാസികളുടെ ശല്യത്തിൽ നിന്ന് കാക്കണമേ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ അക്രമം പറഞ്ഞവരാകും എന്ന് അവർ എഴുന്നേറ്റെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു അവർക്ക് പ്രത്യേകമായ സംരക്ഷിത സ്ഥലം കൊടുത്തു. ഗുഹയിൽ അവരെ രക്ഷപ്പെടുത്തി. അസ്ഹാബുൽ കഹ്ഫ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അങ്ങനെയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ ഒരു ലക്ഷ്യത്തിൽ നിന്നും, അഥവാ
ജാഹിലിയത്ത് എന്തെന്നറിയാത്ത അവസ്ഥയിൽ മുസ്ലിം സമൂഹത്തിൽ ആളുകൾ പെരുത്തത് കൊണ്ടാണ് ഇസ്ലാമിൻ്റെ ഓരോ അഴികളും ഇങ്ങനെ അഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. കുറേ ആളുകൾ നിസ്കരിക്കുന്നു, നിസ്കാരം കഴിഞ്ഞ് ഉടനെ അവൻ ഷിർക്കിലേക്ക് പോകുന്നു. കുറേ ആളുകൾ ഹജ്ജിന് പോകുന്നു, ഷിർക്ക് ചെയ്തുകൊണ്ട് പോകുന്നു, അവിടെ വച്ചും ചെയ്യുന്നു. ഈ ഒരവസ്ഥയിൽ സാമ്പാറും മതമാക്കി അവർ ദീനിനെ കളഞ്ഞു കുളിച്ചു. അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് എവിടെ നിന്ന് കിട്ടാനാ? അള്ളാഹുടെ സഹായം കിട്ടണമെങ്കിൽ റബ്ബിനോട് മാത്രം അപേക്ഷകൾ അർപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാവണം. ഇബ്രാഹിം നബി പറഞ്ഞില്ലേ, വാഴ്ത്തതിലേക്കും തദഊന മിൻ ദൂനില്ലാ, അള്ളാഹു അല്ലാത്ത ആരോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നോ പിതാവേ, കൂട്ടുകാരെ, നാട്ടുകാരെ, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വസ്തുക്കളെയും ഞാൻ തള്ളിപ്പറയുന്നു. വാഴ്ത്തതിലേക്കും തദഊന മിൻ ദൂനില്ലാ വഅദഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. അസാ അല്ലാ അകൂന ബിദുആഇ റബ്ബി ശഖിയ, എൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ ഒരു ടെൻഷനും എനിക്കില്ല, ഒരു പരാജയവും എനിക്കില്ല, ഞാൻ വിജയിക്കുക തന്നെ ചെയ്യും. അവരദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ടേയിരുന്നു, ഇബ്രാഹിം നീ എന്തൊരു വാക്കാണ് പറയുന്നത്? ഇബ്രാഹിം നബി അവരോട് ചോദിച്ചു, ഹൽ യസ്മഉലക്കും ഇദ് തദ്ഊൻ, ചങ്ങാതിമാരെ, നിങ്ങൾ ഈ പറയുന്ന കാര്യം നിങ്ങളുടെ ഈ ദൈവങ്ങൾ കേൾക്കുന്നുണ്ട്, ഈ ഔലിയ കേൾക്കണ്ടോ? അയാൾ നിങ്ങളുടെ ഈ സങ്കടങ്ങൾ അറിയുന്നുണ്ടോ? നിങ്ങൾക്ക് രോഗം വന്നാൽ നിങ്ങളുടെ രോഗങ്ങളെ ശിഫ നൽകുന്നവൻ അവരാണോ? വൈദാ മരിത്തു ഫഹുവ യശ്ഫി, ഞാൻ പറയുന്നു എനിക്ക് രോഗം വന്നാൽ എനിക്ക് ആരോഗ്യം തരുന്നത് എൻ്റെ റബ്ബ് മാത്രമാണ്. ഇതിലേക്കാണ് പിതാവെ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത്, കൂട്ടുകാരെ, നാട്ടുകാരെ, അയൽവാസികളെ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നതെന്ന് സധൈര്യം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതിൻ്റെ പേരിലാ ഭീമാകാരമായ തീക്കുണ്ടാരത്തിൽ വീഴേണ്ടി വന്നത്. അള്ളാഹു അദ്ദേഹത്തെ കാത്തു. കുല്ലായാനാറു കൂരി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. അല്ലാതെ ഇബ്രാഹിം നബി എന്ത് തെറ്റാ അവരോട് ചെയ്തത്? ശേഷമുള്ള പ്രവാചകന്മാർ എന്ത് തെറ്റാ രാജ്യം ചോദിച്ചോ? അവിടുത്തെ നേതൃസ്ഥാനം ചോദിച്ചോ? പെട്രോൾ മൊത്തം എനിക്ക് വേണമെന്ന് പറഞ്ഞോ? ഞാനാണ് ഈ ഭൂമിയിലെ സമ്പത്ത് കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞോ? ഞാനാണ് ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റുകാരൻ എന്ന് പറഞ്ഞോ? അവരൊന്നും പറഞ്ഞില്ലല്ലോ. അവർ ക്ഷണിച്ചത് ഈ ഒരൊറ്റ കാര്യത്തിലേക്കാണ്. അത് ഉപേക്ഷിച്ചത് കൊണ്ടാണ് ഈ പ്രവാചകന്മാരെ എല്ലാം അള്ളാഹു നിരന്തരം പറഞ്ഞയച്ചു കൊണ്ടേയിരുന്നത്. നൂഹ് നബിയും അവരോട് പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. അവരോട് ഇത് പറഞ്ഞപ്പോൾ അവർ നൂഹ് നബിയുടെ മറുപടിയായി സമൂഹത്തോട് പറഞ്ഞത് ലാ തദറുന്ന ബദ്ദൻ വലാ സുവാഅൻ വലാ യഊസ വയഊക വനസറ, ഈ പുണ്യാത്മാക്കളെ നിങ്ങൾ ഉപേക്ഷിക്കുക. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഈ പറയപ്പെട്ട 5 പേർ റിജാലുൻ സാലിഹീന ഫീ ഖൗമി നൂഹിൻ മുസ്തജാബുദ് ദഅവ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചു കൊണ്ടിരുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ഔലിയാക്കന്മാരുടെ പേരുകളാണ് ഈ വദ്ദും സുവാവും യഊസും യഊക്കും നസറും ഒക്കെ. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ, നമ്മുടെ സഹോദരങ്ങൾക്കും മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. ബദറുണ്ടായി, ഉഹദുണ്ടായി എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. എന്തിനുണ്ടായി, എന്തിനു വേണ്ടി ഉണ്ടായി? നബിയും അവരുമായിട്ടുള്ള പ്രശ്നം എവിടെയായിരുന്നു? മർമ്മം എവിടെയായിരുന്നു? ആ മർമ്മം കണ്ടറിഞ്ഞ് അത് നമ്മിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും സമൂലം അത് മാറ്റി ഏകനായ രക്ഷിതാവിനോട് മാത്രം ദുആ ചെയ്യുന്ന, ഇസ്തിഗാസ ചെയ്യുന്ന, നേർച്ച നേരുന്ന, വഴിപാടുകൾ അർപ്പിക്കുന്ന, തവക്കുൽ ചെയ്യുന്ന നല്ല ഒരു ഉമ്മത്തുൻ മുസ്ലിമത്തുൻ മുവഹിദത്തായി മാറാൻ അള്ളാഹു നമുക്കും എല്ലാ മുസ്ലിങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويوم يحشرهم وما يعبدون من دون الله فيقولوا أأنتم أضللتم عبادي هؤلاء أم هم ضلوا السبيل
ഖാലു സുബ്ഹാനക മാ കാന യംബഗി ലനാ അൻ നത്തഖിദ മിൻ ദൂനിക മിൻ ഔലിയ വലാകിൻ മതഅതഹും വആബാഅഹും ഹത്താ നസുദ്ദിക്ര വകാനു ഖൗമൻ ബൂറാ. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, സകല ലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ, നല്ലൊരു മുവഹിദായി, നല്ലൊരു മുത്തഖിയായി മാറാൻ എന്നോടും നിങ്ങളോടും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സൂറത്തു സുമറിൻ്റെ 45-ാമത്തെ ആയത്തിൽ അള്ളാഹു അറിയിക്കുന്നു, വഇദാ ദുക്കിറല്ലാഹു വഹ്ദ ഇശ്മഅസ്സത് ഖുലൂബുല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ വഇദാ ദുക്കിറല്ലദീന മിൻ ദൂനിഹി ഇദാ ഹും യസ്തബ്ശിറൂൻ. അതുപോലെ തന്നെ സൂറത്തു ഇസ്രാഇന്റെ 46 വഇദാ ദക്കർത റബ്ബക ഫിൽ ഖുർആനി വഹ്ദഹു വല്ലൗ അലാ അദ്ബാരിഹിം നുഫൂറ. അതുപോലെ സൂറ മുഅ്മിൻ ഗാഫിറിന്റെ 12 ഇദാ ദുഇയല്ലാഹു വഹ്ദഹു കഫർതും വഇൻ യുശ്റക് ബിഹി തുഅ്മിനു. വഇദാ ദുക്കിറല്ലാഹു വഹ്ദഹു, അല്ലാഹുവിന്റെ തൗഹീദ് ജനങ്ങളോട് പറയപ്പെട്ടാൽ ഇശ്മഅസ്സത് ഖുലൂബുല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, ആഖിറത്തിലുള്ള അടിയുറച്ച അചഞ്ചലമായ വിശ്വാസം ഇല്ലാത്ത എല്ലാവന്മാരുടെയും ഹൃദയത്തിന് മനം പുരട്ടാൻ തുടങ്ങും, അസ്വസ്ഥത തുടങ്ങും, വിഷമം തുടങ്ങും. ഇയാൾക്ക് ഇതേ പണിയുള്ളൂ, ഈ പ്രവാചകനിൽ ലാ ഇലാഹ ഇല്ലല്ലാഹേ പണിയുള്ളൂ. വേറെന്തെങ്കിലും പറ ചങ്ങാതി, ലാ റബ്ബ ഇല്ലല്ലാഹോ, ലാ ഖാലിഖ ഇല്ലല്ലാഹോ, ലാ റാസിഖ ഇല്ലല്ലാഹ്, അതൊക്കെ ഞങ്ങൾ സമ്മതിക്കുന്നുണ്ടല്ലോ, അത് പറ. ഇല്ല, ഇയാൾ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ ജനങ്ങളെ, തുഫ്ലിഹു, എന്നാലേ രക്ഷപ്പെടൂ. ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അയാൾ ഉച്ചരിക്കേണ്ട വാക്ക് ലാ റബ്ബ ഇല്ലല്ലാഹ് എന്നല്ല, അഷ്ഹദു അന്ന ലാ റബ്ബ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ആവൂല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് തന്നെ പറയണം. ആ വാക്കിലാണ് മുശ്രിക്കുകളുമായിട്ടുള്ള നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇന്ന് വരെയുള്ള ഷിർക്കിന്റെ ആരാധകരുമായി, ഷിർക്കിന്റെ അഹ്ലുകാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം കിടക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് തന്നെ പറഞ്ഞാലേ മുസ്ലിമാവൂ. അള്ളാഹു അല്ലാതെ ആരാധ്യൻ ഇല്ല എന്ന വെറും ഒരു ആരാധ്യൻ എന്ന പച്ച മലയാളം പറഞ്ഞ് മാത്രം ഒഴിവാക്കിയാൽ പോരാ. അള്ളാഹുവിന് മാത്രമേ ഞാൻ എൻ്റെ എല്ലാ ആരാധനകളും അർപ്പിക്കൂ എന്നതാ. ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, ഒരു ആരാധ്യനുമില്ല ഇല്ലല്ലാ, അല്ലയല്ലാതെ. ആരാധനകളിൽ ഒന്നാമത്തത് ഏതാ? ആരാധനകളിൽ ഒന്നാമത്തേത് കലിമത്തു തൗഹീദ. പിന്നെ ആ നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും മറ്റ് എല്ലാ കാര്യങ്ങളും ഉള്ളൂ. ഈ ഒന്നാമത്തത് ക്ലിയറായി വരണം. ഇതിനെപ്പറ്റി പറയപ്പെടുമ്പോൾ ഇശ്മഅസ്സത് ഖുലൂബുല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, ആഖിറത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് അസ്വസ്ഥത തുടങ്ങും, വിഷമം തുടങ്ങും, ഓക്കാനം തുടങ്ങും. എന്നാ വഇദാ ദുക്കിറല്ലദീന മിൻ ദൂനിഹി, അല്ലാഹുവിനെ കൂടെ ശൈഖനെ പറഞ്ഞോ, വേറെ ഔലിയാനെ പറഞ്ഞോ, അല്ലെങ്കിൽ ഏതെങ്കിലും പാറ പറഞ്ഞോ, അല്ലെങ്കിൽ ഏതെങ്കിലും കല്ല് പറഞ്ഞോ, അല്ലെങ്കിൽ ഒരു മരം എന്തെങ്കിലും പറഞ്ഞോ, ഇദാഹും യസ്തബ്ശിറൂൻ, നല്ല സന്തോഷമായിരിക്കും. ഇത് തന്നെ അബൂജഹലിനും മുത്തുബയ്ക്കും ഷൈബയ്ക്കൊക്കെ ഉണ്ടായത്. അള്ളാഹിനെ പറ്റി പറഞ്ഞ പ്രശ്നമൊന്നുമില്ല, അതിന് കൂടെ ഇതും കൂടി പറയണം, കൂടെ ഇതും കൂടി പറയണം, അപ്പോഴവർക്ക് സമാധാനമാവും. ഇന്നും അങ്ങനെ തന്നെയാണ്. വഇദാ ദക്കർത റബ്ബക ഫിൽ ഖുർആനി വഹ്ദ, പ്രവാചകരെ ഖുർആൻ ഓതി തങ്ങൾ അള്ളാഹുവിന്റെ ഏകത്വം അവരോട് പറഞ്ഞാൽ വല്ലൗ, അവർ തിരിഞ്ഞു കളയും, അലാദുബാരിഹിം, അവരുടെ പിന്നിലേക്ക്, നുഫൂറ, ആ ഏകത്വത്തിനോടുള്ള വെറുപ്പ് കാരണം. വഇദാ ദുഇയല്ലാഹു വഹ്ദഹു, അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്ക് അവരെ വിളിച്ചാൽ, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് വിളിച്ചാൽ, കഫർതും, നിങ്ങൾ നിഷേധിക്കുന്നു. വഇൻ യുശ്റക് ബിഹി, അള്ളാഹുവിൽ എന്തെങ്കിലും ഒരാളെ കൂടെ കൂട്ടിപ്പറഞ്ഞാലോ, തുഅ്മിനു, നിങ്ങൾ മുഅ്മിനുകളാകുന്നു. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ അന്നുണ്ടായിരുന്ന ആളുകളുടെ ഈമാനിക അവസ്ഥയും അതോടൊപ്പം ഉള്ള ശിർക്കിനെയുമാണ് ഈ പരിചയപ്പെടുത്തിയത്. സൂറ യൂസുഫിന്റെ 106 നമുക്ക് കാണാം, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. ബഹുഭൂരിഭാഗം ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് ശിർക്കോട് കൂടെയല്ലാതെയല്ല. നിഷ്കളങ്കമായ വിശ്വാസമാണ് അള്ളാഹുവിന് ആവശ്യം, മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസമല്ല. അവർ അള്ളാഹിൽ വിശ്വസിച്ചു, അള്ളാഹിനോട് ദുആ ചെയ്തു,
അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ഇവരെ കൂട്ടിയപ്പോഴാണ് പറഞ്ഞത് പറ്റൂല എന്ന് പറഞ്ഞത്. അതിനു വേണ്ടി ആ ബദറും ഉഹുദും ഒക്കെ നടന്നത്. അല്ലാതെ കുറേ ചോറും വച്ച് കുറേ ആട് മറത്ത് പോത്തു മറത്ത് കുറേ ഇറച്ചി തിന്നാനോ അല്ലെങ്കിൽ ഇത് വിളമ്പാനോ അല്ല. അതൊന്നും അവർ ഉദ്ദേശിച്ചിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. അള്ളാഹു സമുദായത്തിന് നന്മ മനസ്സിലാക്കാൻ തൗഫീഖ് കൊടുക്കട്ടെ, പ്രത്യേകിച്ച് ഇതിലെ ഉലമാക്കൾക്ക്. അള്ളാഹു പറയുന്നു വയൗമ യഹ്ശുറുഹും വമാ യഅ്ബുദൂന മിൻ ദൂനില്ലാഹ്. നാളെ ഖിയാമത്ത് നാളിൽ മഹ്ശറയിൽ അള്ളാഹു അല്ലാതെ ഇവരാരോടൊക്കെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അവരെല്ലാവരെയും അള്ളാഹു കൊണ്ടുവരും. ഈസാ നബീനെ കൊണ്ടുവരും, ഉസൈർ നബീനെ കൊണ്ടുവരും, ലാത്തേനെ കൊണ്ടുവരും, ഉസൈനെ കൊണ്ടുവരും, വദ്ദിനെ കൊണ്ടുവരും, മുഹിയുദ്ദീൻ ഷെയ്ഖിനെ കൊണ്ടുവരും, മമ്പറം തങ്ങളെ കൊണ്ടുവരും. വേറെ ആരോടൊക്കെയാണോ ഇവർ പ്രാർത്ഥിച്ചത് അവരെല്ലാം കൊണ്ടുവരും. ഫയഖൂലു, എന്നിട്ട് അള്ളാഹ് ചോദിക്കും ആന്തും അദ്ലൽതും ഇബാദി ഹൗല, ഈ കാണായപ്പെട്ട കോടിക്കണക്കിന് മനുഷ്യന്മാരെ നിങ്ങളാണോ ചങ്ങാതിമാരെ പഴിപ്പിച്ചത്? അം ഹും ലല്ലുസ് സബീൽ, അതല്ല അവർ തന്നെ അങ്ങോട്ട് പഴിച്ചു പോയതാണോ? മറുപടി പറയാൻ ഇവരോട് പറയും. ഖാലു, പുണ്യാത്മാക്കളായ ഈ നബിമാർ അവർ പറയും സുബ്ഹാനക്, പടച്ചോനെ നീ എത്ര പരിശുദ്ധനാ. മാ കാന യംബഗി ലനാ അൻ നത്തഖിദ മിൻ ദൂനിക മിൻ ഔലിയാ, നീ അല്ലാത്ത ഒരാളെ സംരക്ഷകനായി നിശ്ചയിക്കുക എന്നത് ഞങ്ങൾക്ക് എങ്ങനെ അനുവദനീയമാവും? ആര് പറയുന്നതാ? പുണ്യാത്മാക്കളായ നബിമാരും സിദ്ദീഖുകളും സ്വാലിഹീങ്ങളും ഔലിയാക്കളും പറയും. വലകിൻ മത്തഅ്തഹും വആബാഅഹും, പടച്ചോനെ ഞങ്ങളെ കുറ്റം പറയണ്ട, നീ തന്നെ അവരുടെ പിതാക്കന്മാർക്കും അവർക്കും ഈ തിന്മകൾ ചെയ്യുന്ന സമയങ്ങളിലെല്ലാം അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു. വകാനു ഹത്താ നസു ദിക്റ, അവരോട് ഈ ഉത്ബോധനം ഒന്നും പറഞ്ഞാൽ അവൾ കേൾക്കാത്ത അവസ്ഥയിലായി. അങ്ങനെ കാരണം ചെയ്യുന്തോറും അവർക്ക് ബർക്കത്തും ഐശ്വര്യവും അഭിവൃദ്ധിയും സന്താനവും എല്ലാം ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അങ്ങനെ വകാനു ഖൗമം ബൂറ, നശിച്ച ജനതയായി അവരങ്ങനെ മാറിയതാ. ഞങ്ങൾ ഇതിന് ഉത്തരവാദിയല്ല എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഈ പുണ്യാത്മാക്കൾ പറയുമെന്ന് ഫുർഖാൻ 17-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മെ ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എല്ലാ വിശ്വാസിനികൾക്കും ദീനിൻ്റെ യഥാർത്ഥ തൗഹീദിലേക്ക് പൂർണ്ണമായി സമ്പൂർണ്ണമായി മടങ്ങി മറ്റെല്ലാ തവസ്സുൽ ഇസ്തിഗാസകളെയും അലബലാദികളെയും തള്ളിക്കളഞ്ഞ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും മുറുകെ പിടിച്ച് ജീവിച്ച് നല്ല മുസ്ലിങ്ങളായി ജീവിച്ച് നല്ല മുസ്ലിങ്ങളായി മരിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ ഉന്നതന്മാരായ പ്രവാചകന്മാരോടും സിദ്ദീഖുകളോടും ശുഹദാക്കളോടും സാലിഹുകളോടും ഒപ്പം ഒത്തുചേരാൻ അള്ളാഹു നമുക്കെല്ലാം എല്ലാ മുസ്ലിങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി